തിരുവനന്തപുരം നെല്ലിമൂട് കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ കുറച്ച് മിടുക്കി കുട്ടികളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അവരുടെ നാടകമൊക്കെ കഴിഞ്ഞതിന് ശേഷം കോസ്റ്റ്യൂമൊക്കെ മാറി തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ നാടകത്തെ കുറിച്ചും കൂടി ഒന്ന് പറയോ? നാടകം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ നാടകം കളിക്കുന്നത്. ബട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നു. ഞങ്ങൾ എല്ലാ ടീമും എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതാണ് വേണ്ടത്, അതാണ് ആവശ്യം. തീം എന്തായിരുന്നു? ഒരു അമ്മയെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ പഴയതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ ഒരു ഫാമിലിയിലെ എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സ്റ്റോറിയിലെന്ന് വെച്ചാൽ പഴഞ്ചരെന്നും പറഞ്ഞ് നമ്മൾ ഈ കഥയിലൊരു മുത്തശ്ശിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷമാണ് ആ വീട്ടുകാർക്കൊക്കെ പിന്നെ അസുഖം വന്നപ്പോൾ അവർക്ക് പിന്നെ മുത്തശ്ശി ഓർമ്മ വന്നു. മുത്തശ്ശി അടുത്ത് വേണമെന്ന് തോന്നി. പക്ഷെ ആ സമയത്ത് മുത്തശ്ശി അവരുടെ കൂടെ ഉണ്ടായില്ല, മുത്തശ്ശി മരിച്ചുപോയി. അപ്പോൾ നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് ഒന്നിൻ്റെ വാല്യൂ അറിയത്തില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവൂ. ഇങ്ങനെ കുറേ മോറൽസ് ഈ സ്റ്റോറിയിലുണ്ട്. എങ്ങനെയാണ് അഭിനയിക്കാന്ന് പറയുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ മുഖത്തൊക്കെ ഈ ഭാവങ്ങളൊക്കെ മിന്നി മാഞ്ഞത്? അത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ സിനിമയിലൊക്കെ കാണുമ്പോൾ നടനൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിനയിക്കാനൊക്കെ തോന്നുമായിരുന്നു കൊച്ചിനൊക്കെ. പിന്നെ നാടകത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂളിൽ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ഓഡീഷന് പോയി. നല്ല വോയിസ് വേണം, അതിന് നല്ല വോയിസ് വേണം. നമ്മൾ എക്സ്പ്രഷൻസൊക്കെ ഒരു മടിയില്ലാതെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുക. ഇത്രയും ഡയലോഗ്സ് കാണാതെ പഠിക്കണം അല്ലേ? കാണാതെ പഠിച്ച് ഓർത്ത് തന്നെ പെർഫോം ചെയ്യാന്ന് പറയും. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ നമുക്ക് കട്ടുണ്ട്, അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞു തരാൻ ആളുണ്ട്. അതൊന്നുമില്ല. അത് ബുദ്ധിമുട്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തു. സാറ് നല്ല സപ്പോർട്ട് ചെയ്തു. സാറിന് ഞങ്ങളുടെ ടീമിനും എല്ലാവർക്കും. എനിക്ക് നാടകത്തിന് ഫസ്റ്റ് ടൈമാണ് ഒരു ഓപ്പർച്യൂണിറ്റി. സിസ്റ്ററാണ് ഞങ്ങളെ കുറേ സപ്പോർട്ട് ചെയ്തു. കുറേ പ്രാവശ്യം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് ഡയലോഗെല്ലാം പഠിച്ചത്. ആരാ അധ്യാപകൻ? ആരാ ഇത് പഠിച്ചത്? രാജേഷ് സാർ. സാർ ഇവിടെ എത്തിയിട്ടില്ല? കണ്ണൂരിലെ സാറാണ്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് പഠിപ്പിച്ചതാണ്. നമുക്ക് ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു ഭാഗം അഭിനയിച്ച് കാണിക്കാമോ? ദൈവരാജ്യത്തിൽ ഒപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. വിശപ്പ് തല എത്ര ഉയർന്നാലും തലയിൽ കാലുറയ്ക്കണം മക്കളെ. നാളെ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളോടിങ്ങനെ പെരുമാറാതിരിക്കട്ടെ. അടുക്കളയെ വെറുക്കുന്നവർ അമ്മയെ മറക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഉപ്പും ചോറും എന്നത് അടുക്കളയിലാണ്. വേവിച്ചതോ അമ്മയും. അതാകട്ടെ നാളെ നമ്മുടെ ജീവിതത്തിന്റെ ഊടും പാവും. നല്ല മനോഹരമായിട്ടാണ് കുട്ടികള് നാടകം അവതരിപ്പിച്ചത്. എന്ത് തോന്നി സാറിന് കണ്ടിട്ട്? വളരെ സന്തോഷമായി. ഞാനിങ്ങനെ കണ്ണൂരാണ്, പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് നാടകം പഠിക്കുന്നത് വളരെ റിസ്ക്കുള്ളൊരു കാര്യത്തിനാണ്. പക്ഷേ ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു.
അതിന്റെ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വളരെ സന്തോഷമായി. കാരണം എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നാളെയുടെ താരങ്ങൾ കൂടിയാണ് ഇവർ. തിരുവനന്തപുരം അല്ല, അവർ നാളെയുടെ താരങ്ങൾ തന്നെയാണ്. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ് എല്ലാവരും. ഇന്ന് ഇപ്പോൾ നാടകം ഒരു മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്. അത് ഈ കലോത്സവ വേദികളിലേക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇരട്ടി സന്തോഷമുണ്ട്. നമ്മുടെ അടക്കം ഒരു 20ഓളം നാടകങ്ങൾ ഇന്നിവിടെ വരുന്നുണ്ട്. 20ഓളം നാടകങ്ങൾ ഇന്നിവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് നാടകം തിരിച്ചു വരുന്നതായിട്ട് തന്നെ അറിയുന്നത്. എന്തായാലും ഇവരുടെ അധ്യാപകനാണ് സംസാരിച്ചത്. നാടകം ഇവരിലൂടെ വീണ്ടും പുനർജനിക്കുമ്പോൾ അത് കാണുന്നവർക്ക് തന്നെ വലിയ മനസ്സിൽ സന്തോഷവും ആഹ്ലാദവും നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.